വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു ജ്യൂസ് ആക്കിയാലോ. നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ലവലോലിക്കയും കൊണ്ടാണ് ഈ ഒരു ജ്യൂസ് റെസിപ്പി തയ്യാറാക്കിയത്. ഞങ്ങളുടെ ഇവിടെ ലവലോലിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് നിങ്ങൾ കമൻസിൽ പറയണം കേട്ടോ. വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. കാഴ്ചയിൽ ഇത് മുന്തിരി പോലെ തോന്നുമെങ്കിലും ഇത് മുന്തിരിയല്ല. പിന്നെ ഇതിൻ്റെ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ്, പിന്നെ തൊലിക്ക് പുളി കൂടുതലുമാണ് കേട്ടോ. പിന്നെ ഉള്ളിലുള്ള ഫ്ലഷിന് നല്ലൊരു മധുരമാണ്. ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ ജ്യൂസിനും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ് ഈ ഒരു ലവലോലിക്കയും കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ലവലോലിക്ക ജ്യൂസ് തയ്യാറാക്കാം. ലവലോലിക്ക ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ലവലോലിക്കയാണ്. ഇതാണ് ലവലോലിക്ക കേട്ടോ. കാഴ്ചയിൽ നമുക്ക് തോന്നും മുന്തിരിയാണെന്ന്, പക്ഷെ മുന്തിരിയല്ല, ഇതാണ് ലവലോലിക്ക. ഞങ്ങൾ ലവലോലിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന് നിങ്ങൾ കമൻസിൽ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഉള്ളിൽ നല്ല മധുരമാണേ. ഇതിൻ്റെ തൊലി കഴിക്കുമ്പോൾ ഒരു പുളി തോന്നും കേട്ടോ. തൊലി കഴിക്കരുത്, ഉള്ളിലുള്ള ഫ്ലഷ് മാത്രം കഴിച്ചാൽ മതി. ഉള്ളിലുള്ള ഫ്ലഷ് നല്ല മധുരം കേട്ടോ. ഇത് കാണാനും ഭംഗിയാണ്, അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി ജാറിലേക്ക് ലവലോലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കട്ടോ. ഒരുപാട് ഇത് മിക്സിയിലിട്ട് കറക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി കേട്ടോ. കാരണം ഇത് കുരു അടിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. ഇതാ ഒന്നൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതാ ഞാനത് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ കളറ് തന്നെ നല്ലൊരു അടിപൊളി കളറല്ലേ കിട്ടിയിട്ടുള്ളത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ് കേട്ടോ. ഇനി ഞാനത് ഗ്ലാസ്സിലും കൂടി സെർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഗ്ലാസ്സിൽ ഒഴിച്ച ജ്യൂസിലും കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്യാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു ലവലോലിക്ക ഒന്ന് നടുവ് കീറിയിട്ട് ഗ്ലാസിൻ്റെ സൈഡിലൊന്ന് വെച്ച് കൊടുക്കാം. ചെറിയൊരു അലങ്കാരപ്പണി കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ജ്യൂസ് എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ? കാണാൻ മാത്രമല്ല ഇത് കുടിക്കാനും നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് കാഴ്ചയിൽ നമുക്ക് മുന്തിരി പോലെ തോന്നുമെങ്കിലും സംഭവം ഇത് മുന്തിരിയല്ല. ഞങ്ങളുടെ അവിടെ ലവലോലിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്ന് എന്തായാലും കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ലൊരു അടിപൊളി ജ്യൂസ് തന്നെയാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റ് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കമൻസിലൂടെ പറയണം കേട്ടോ. പിന്നെ ഈ ലവലോലിക്ക വീട്ടിലുണ്ടായ ലവലോലിക്കയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ലവലോലിക്കയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ ലവലോലിക്ക തന്നെയാണോ പറയുന്നത്, അല്ലെങ്കിൽ വേറെ വല്ല പേരുണ്ടോ, എന്തായാലും നിങ്ങൾ കമൻസിൽ പറയണം. അപ്പോൾ വീഡിയോ പുതിയതായി കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.